അനുഗ്രഹീതരായ ഒരുപാട് അഭിനേതാക്കളെ മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയും പോലുള്ള നടന്മാരെ പോലെ തന്നെ ചില നടിമാരെ കാണുമ്പോഴും പറയാം, ഇവർ അഭിനയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചതാണെന്ന്. അത്തരത്തിൽ മലയാള സിനിമയ്ക്ക് അഭിമാനമായ നടിയാണ് മഞ്ജു വാര്യർ. നീണ്ട 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയപ്പോഴും ആ മെയ് വഴക്കത്തിനും ചടുലതയ്ക്കും ഒരു കുറവും സംഭവിച്ചിരുന്നില്ല. പക്ഷേ അതുകൊണ്ടായില്ല, സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ പല അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട്. ടൈമിംഗ് തനിക്കും തെറ്റാറുണ്ട് എന്ന് മഞ്ജു പറയുന്നു. ഫ്ലവേഴ്സ് 1 കോടി എന്ന ഷോയിൽ വന്നപ്പോൾ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് തനിക്ക് സംഭവിച്ച അപകടങ്ങളെക്കുറിച്ചും തൻ്റെ ഭാഗത്തുനിന്ന് വന്നുപോയ തെറ്റുകളെക്കുറിച്ചും മഞ്ജു വാര്യർ തുറന്നു സംസാരിച്ചിരുന്നു. ആ വീഡിയോ ഇപ്പോൾ ഫാൻസ് പേജുകളിൽ വീണ്ടും വൈറലാവുകയാണ്. ഷൂട്ടിങ്ങിനിടയിൽ വീണപ്പോഴുണ്ടായ പരിക്കുകളും പാടുകളും എല്ലാം മഞ്ജു ഷോയിൽ കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് ജാക്ക് ആൻഡ് ജിൽ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിനിടയിൽ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് മഞ്ജു പറഞ്ഞത്. വില്ലന്മാരിൽ ഒരാൾ തന്നെ അയൺ ബോക്സ് വെച്ച് തല്ലുന്നതായിരുന്നു സീൻ. അയൺ ബോക്സ് ഡമ്മിയായിരുന്നു, പക്ഷേ അതിൻ്റെ വയറും പ്ലഗ് ചെയ്യുന്ന ഭാഗവും ഒറിജിനലാണ്. അയൺ ബോക്സ് വന്ന് അടിച്ചിട്ട് പോയി, പക്ഷേ പിന്നാലെ ആ വയറും പ്ലഗിൻ ഭാഗവും വന്ന് തലക്കടിച്ചു. അടി കിട്ടി ഞാൻ കുനിഞ്ഞു കിടക്കുന്നതാണ് സീൻ. അപ്പോൾ എനിക്ക് കാണാം എൻ്റെ രക്തം ഒലിച്ചു പോകുന്നത്. പക്ഷേ ഷോട്ട് കഴിയുന്നതുവരെ ഞാൻ പറഞ്ഞില്ല. കഴിഞ്ഞപ്പോഴാണ് മുറിവ് പൊത്തിപ്പിടിച്ച് എഴുന്നേറ്റത്. അപ്പോൾ തന്നെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. 3-4 സ്റ്റിച്ചുണ്ട്. പിന്നീട് ആ സംഭവത്തെ ഓർത്ത് ആ ആർട്ടിസ്റ്റ് ഭയങ്കര കുറ്റബോധമായിരുന്നു. കളിയാക്കി ഞാൻ കുത്തി നോക്കുകയും ചെയ്തു എന്ന് മഞ്ജു ചിരിച്ചുകൊണ്ട് പറയുന്നു. പക്ഷേ അങ്ങനെയല്ല, തെറ്റുകൾ എൻ്റെ ഭാഗത്തു നിന്നും സംഭവിക്കാറുണ്ട്. ടൈമിംഗ് തെറ്റി അടി വീണിട്ടുണ്ട്. 6-ാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ചിത്രചേച്ചിയുടെ മുഖത്ത് തല്ലുന്ന ഒരു സീനുണ്ടായിരുന്നു. അത് ശരിക്കും തല്ലിപ്പോയതാണ്, മഞ്ജു വാര്യർ പറഞ്ഞു.